വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പൊ നമ്മൾ വേവ്സ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ കാണാൻ പോകുന്നത് സെക്ഷൻ 15.2 ആണ്. 15.2 ദാറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു മെക്കാനിക്കൽ വേവ്സിന്റെ മോഷൻ എന്ന് പറയുന്നത് ഏത് മീഡിയത്തിലാണോ അത് ട്രാവൽ ചെയ്യുന്നത് ആ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റുവൻസിന്റെ ഓസിലേഷൻസ് കാരണമാണ്, അതിന്റെ ആ ഓസിലേഷൻസ് കാരണമാണ് ആ ഒരു വേവ്സ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പം ആ മീഡിയത്തിന്റെ കോൺസ്റ്റുവൻസിന് ആ മീഡിയ അടങ്ങിയിരിക്കുന്ന ആ കോൺസ്റ്റൻസിലെ ആ പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻ എങ്ങനെ ആവാം എന്നുള്ളതനുസരിച്ചിട്ടാണ് അവ ട്രാൻസ്വേഴ്സോ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനോ ആവുന്നത്. ഇപ്പം ഈ മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന ആ പാർട്ടിക്കിൾസ് അല്ലെ കോൺസ്റ്റുവൻസ് എന്ന് പറയുന്നത് അതിന്റെ ഓസിലേഷൻ, അത് ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വേവ് വരുന്നത്. അപ്പൊ ആ ഓസിലേഷൻ എന്ന് പറയുന്നത് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ് ഇവർ ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് വിളിക്കും. അതായത് ഈ കോൺസ്റ്റൻസ് ഓസിലേറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അത് വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ് അതിന്റെ ഓരോ മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ പാർട്ടിക്കിളും ഓസിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന ആ വേവിനെ then that wave is called transverse wave. ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. നേരെ മറിച്ച് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് കോൺസ്റ്റൻസ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനത്തെ വേവിനെ വിളിക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. കോൺസ്റ്റൻസ് ഓസിലേറ്റ്സ് along the direction of wave propagation. Along the direction of wave propagation. ആ വേവ് പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വേവിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, അപ്പൊ ബേസിക്കലി എപ്പോഴും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും ഉണ്ടാവുക. ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ എപ്പോഴും അതിനൊരു സൈഡ് ടു സൈഡ് മോഷൻ ആയിരിക്കും നോർമലി ഉണ്ടാവുക. ഓക്കെ, ഇത് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തെ ഒരു പടമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു പൾസ്, നമുക്ക് ഒരു പൾസിന്റെ മോഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ പൾസ്, ഇതൊരു സ്ട്രിങ് ആണ്. ദിസ് ഇസ് എ സ്ട്രിങ്. അപ്പൊ ആ സ്ട്രിങ്ങിലൂടെ ഒരു സിംഗിൾ പൾസ് ട്രാവൽ ചെയ്യുവാണ്. ഓക്കെ, ഒരു പൾസ് ജസ്റ്റ് മീൻസ് ഒരു വേവിന്റെ ഏറ്റവും ചെറിയ ഒരു പാർട്ടിക്കിളിന്റെ ആ വേവിനെ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു പൾസ് കാണിച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് ജസ്റ്റ് അത് ഈ വേവ് ഇങ്ങനെ അത് ഈ സ്ട്രിങ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ അകത്തെ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ അകത്തെ ഒരു ജസ്റ്റ് ഒരു പൾസ് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു സിംഗിൾ പൾസ് കാണിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ ജസ്റ്റ് ഈ സ്ട്രിങ്ങിന്റെ ഈ അറ്റത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാവൽ ചെയ്യുന്ന ഒരു പൾസ് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ പൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് സ്ട്രിങ്ങിന്റെ ലെങ്തിന് അലോങ് ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. ആ സമയത്ത് ആ സ്ട്രിങ്ങിന്റെ അകത്തെ എലമെന്റ്സ് എല്ലാം അപ്പ് ആൻഡ് ഡൗൺ ഓസിലേഷൻ ആയിരിക്കും ചെയ്യുക. ഓക്കെ, സ്ട്രിങ്ങിന്റെ പാർട്ടിക്കിൾസ് അപ്പ് ആൻഡ് ഡൗൺ ഓസിലേഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഈ സ്ട്രിങ്ങിന്റെ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ ഓസിലേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ഒരു സിംഗിൾ പൾസ് അവിടെ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ആ പൾസിന്റെ സൈസിനെക്കാട്ടും വളരെ ചെറുതാണെങ്കിൽ സ്ട്രിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആണെന്ന് വിചാരിക്കും. ഈ പൾസിനെക്കാട്ടും ഭയങ്കര ലാർജ് ആണ് സ്ട്രിങ്ങിന്റെ സൈസ് എങ്കിൽ ഇവൻച്വലി ഈ പൾസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഡാമ്പിങ് എന്താന്നൊക്കെ നമുക്കറിയാം. സോ ഫ്രിക്ഷൻ കാരണം അത് ഡാമ്പ് ഔട്ട് ആവും. മറ്റൊരു
ഈ എൻഡിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അത് ഡാംപ് ഔട്ട് ആവും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള റിഫ്ലക്ഷൻ, തിരിച്ചുള്ള ഇങ്ങോട്ടുള്ള റിഫ്ലക്ഷൻ ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ പടം നോക്കുക. ഇതെന്ന് പറയുന്നതും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെ കാണിച്ചിരിക്കുകയാണ്, സെയിം. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട്, മറ്റൊന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ടൊരു ഒരു സിംഗിൾ അപ്പ് ആൻഡ് ഡൗൺ ജെർക്കാണ് ഇവിടെ കൊടുത്തത്. ഒറ്റ പ്രാവശ്യം ഒന്ന് ഈ ഭാഗത്ത് ഇളക്കി, അപ്പോഴാണ് ഈ പൾസ് ഇങ്ങനെ ഇവിടെ സിംഗിൾ പൾസ് ജനറേറ്റ് ആയത്. സോ ഇവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാം അതുപോലത്തെ, ജസ്റ്റ് യു ക്യാൻ സി 2 waves ഹിയർ അല്ലെ, 2 waves ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിംഗിൾ പൾസ്, സിംഗിൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ജെർക്ക് അല്ല കൊടുത്തിരിക്കുന്നത്, മറിച്ച് ഇവിടെ എന്ന് പറയുന്നത് ഒരു സൈനസോയിഡൽ ആയിട്ടുള്ള, പീരിയോഡിക് സൈനസോയിഡൽ ആയിട്ടുള്ളത് ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് കുറച്ചു നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്ട്രിങ്ങിനെ ഇങ്ങനെ മേലേക്കും താഴേക്കും ഇളക്കി വിട്ടിരിക്കുകയാണ്. സോ അപ്പൊ ഉണ്ടാവുന്ന ആ ഒരു വേവ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ഹാർമോണിക് വേവ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു സ്ട്രെസ്ഡ് സ്ട്രിങ്ങിലെ ഹാർമോണിക് വേവ്സ് ആ സമയത്തുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാവുന്ന ഈ വേവ് എന്ന് പറയുന്ന ഒരു സൈനസോയിഡൽ വേവ് ആണ്. അപ്പൊ ഈ കേസിൽ എന്ത് പറ്റും, ഈ കേസിൽ സോ ഇവിടെയും ഇതുപോലെ തന്നെ ഈ സ്ട്രിങ്ങിന്റെ ഓരോ എലമെന്റ്സും അതിന്റെ മെയിൻ പൊസിഷനിൽ ഇരുന്നിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പൾസ് അല്ലെങ്കിൽ ഈ വേവ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ട്രിങ്ങിന്റെ ഓരോ എലമെന്റ്സും അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ഓസിലേഷൻസ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിന്റെ മോഷന്, ഇവിടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സ്ട്രിങ്ങിന്റെ മോഷന് നോർമൽ ആയിട്ടുള്ള ഓസിലേഷൻസ് ആയിരിക്കും ഈ കേസിൽ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം ആ വേവിനെ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ ഇതാണ്. ഈ വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ സ്ട്രിങ്ങിലെ ഓരോ എലമെന്റും വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ കേസിൽ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് എപ്പോഴും ഒരു വേവിനെ 2 തരത്തിൽ ചിന്തിക്കാൻ പറ്റും. ഓക്കെ, ബിക്കോസ് നമുക്കിവിടെ ടൈം ഉണ്ട്, അതുപോലെ സ്പേസും, 2 കാര്യങ്ങളാണ് നമുക്കുള്ളത്, സ്പേസ് ആൻഡ് ടൈം. അപ്പം ഒരു വേവിനെ ടൈം ഫ്രെയിമിലോ സ്പേസ് ഫ്രെയിമിലോ 2 തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഓക്കെ, അതായത് ഇതൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ടൈം ഫിക്സ് ചെയ്യാം. നമുക്ക് ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് വി കുഡ് പിക്ചർ ദ വേവ് ഇൻ സ്പേസ്. അതിന്റെ സ്പേസിലെ അതിന്റെ പൊസിഷനിലായിട്ടുള്ള ആ ഡീറ്റെയിൽസിനെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് അതിന്റെ പൊസിഷനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ സ്പേസ് ക്യാരക്ടറിസ്റ്റിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തുള്ള നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേവിന്റെ ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. വി കുഡ് അസസ് ദ ഷേപ്പ് ഓഫ് ദ വേവ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഫിക്സ് ചെയ്യാം. ലൊക്കേഷൻ ഫിക്സ് ചെയ്തതുകൊണ്ട് എന്താണ്, ഒരു സ്ട്രിങ്ങിന്റെ ലൊക്കേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതായത് ഇപ്പം ഈ ഒരു എലമെന്റ് സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ്, സ്ട്രിങ്ങിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റിലേക്ക് നമ്മളുടെ അറ്റൻഷൻ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ ആ ഒരു ടൈം അനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന ആ ഓസിലേറ്ററി മോഷൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വേവ്സിനെ പിക്ചറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക്കലി ഇങ്ങനെയുള്ള പഠനങ്ങളിൽ നിന്ന് എന്താണ് നമ്മൾ ബേസിക്കലി ഇപ്പൊ കണ്ടത്, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ആണ്. ഇപ്പൊ ആ ഓസിലേഷൻസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ആ ഓസിലേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമുക്ക് കാണുന്നത് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഇനി വേവ് പ്രൊപ്പഗേഷന് ഡയറക്ഷന്റെ അതേ ഡയറക്ഷനിലാണ് അതിന്റെ കോൺസ്റ്റന്റ്സും വൈബ്രേറ്റ് ചെയ്യുന്നത്, ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ഫിഗർ ഇതെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് സൗണ്ട് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സ്, അത് സൗണ്ട് വേവ്സിന്റെ പ്രൊപ്പഗേഷനിൽ ഉണ്ടാവുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് ഈ പിക്ചറിലൂടെ കാണിച്ചിരിക്കുന്നത്.
അപ്പം ഇവിടെ ഒരു ലോങ് പൈപ്പ് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഒരു ലോങ് പൈപ്പാണ് ഇവിടെ ഉള്ളത്. യു ക്യാൻ സീ എ ലോങ് പൈപ്പ്. അപ്പം ആ ലോങ് പൈപ്പിന്റെ അകത്ത് മുഴുവൻ എയർ ആണ്. ഇതിന്റെ അകത്ത് നിറച്ചിരിക്കുന്ന എല്ലാം എയർ ആണ്. ഓക്കെ, ഈ ഒരു ലോങ് പൈപ്പ് ദാറ്റ് ഈസ് ഫുൾ ഓഫ് എയർ. അതിന്റെ അകത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്. അത് നമുക്ക് വലിക്കാനും തിരിക്കാനും പറ്റുന്ന ഒരു സാധനം ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് പറ്റും, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് പുഷ് ചെയ്യുന്നു മുന്നോട്ടും, എന്നിട്ട് പുറകോട്ടും റിലീസ് ചെയ്യുന്നു. അത് പുഷ് ചെയ്ത് റിലീസ് ചെയ്യുവാണ് ഈ പിസ്റ്റൺ എന്ന് വിചാരിക്കാം. ജസ്റ്റ് പുഷ് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കണ്ടൻസേഷന്റെയും അതുപോലെ തന്നെ റെയറിഫാക്ഷന്റെയും ഒരുപാട് പൾസ് ഒരുപാടല്ല, ഇവിടെ ജസ്റ്റ് ഒരു സിംഗിൾ പുഷും പുള്ളും ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സിംഗിൾ പുഷും പുള്ളും കൊടുക്കുവാണ്. ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഒന്ന് പുഷ് ചെയ്ത് തിരിച്ച് പുള്ള് ചെയ്യുവാണ് നമ്മുടെ ഈ പിസ്റ്റൺ. ആ സമയത്ത് ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കണ്ടൻസേഷന്റെയും അതുപോലെ തന്നെ റെയറിഫാക്ഷന്റെയും ഒരു പൾസ് ഈ ഒരു എയർ മീഡിയത്തിൽ ഉണ്ടാവും. ഓക്കെ, കണ്ടൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹയർ ഡെൻസിറ്റി. ഓക്കെ, ഹയർ ഡെൻസിറ്റി ആണ് കണ്ടൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡെൻസിറ്റി കൂടിയ ഒരു ഭാഗം. റെയറിഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു ഭാഗത്തിന്റെയും അങ്ങനത്തെ ഭാഗത്തിന്റെ പൾസ് ക്രിയേറ്റ് ആവും. അതായത് ഇവിടെ അങ്ങനെ ഒരു പൾസ് ക്രിയേറ്റ് ആവും. ഓക്കെ, അത് സൗണ്ട് വേവ്സ് ബേസിക്കലി എയറിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, നോർമലി സൗണ്ട് വേവ്സ് എയറിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ആ മീഡിയത്തിന്റെ, അതായത് എയറിന്റെ റീജിയൻസ് ഓൾട്ടർനേറ്റ്ലി കൂടുതൽ ഡെൻസ് ആവുകയും അതിനുശേഷം ലെസ് ഡെൻസ് ആവുന്ന, അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് റീജിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. കാര്യം ഓരോ മോളിക്യൂളും എന്ത് പറ്റും, ഹിറ്റ് ചെയ്ത് ഓരോ മോളിക്യൂളിന്റെ ഓസിലേഷൻ എന്താണ്, അത് റെസ്റ്റോറിങ് ഫോഴ്സ് അത് റിസ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോൾ അത് അടുത്ത ഭാഗത്തിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതായത് അവിടെ ആ കേസിൽ അത് ഒരു ഹയർ ഡെൻസിറ്റി ലോവർ ഡെൻസിറ്റി റീജിയൻസ് ആണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഈ ഒരു കൺസ്റ്റിറ്റ്യുവൻസിന്റെ ഓസിലേഷൻസിന്റെ ഭാഗമായിട്ട് അവിടെ സംഭവിക്കുന്ന ഈ ഒരു ഓൾട്ടർനേറ്റ്ലി എന്താണ് മോർ ഡെൻസ് ലെസ് ഡെൻസ് ആ റീജിയൻ ആയിട്ടാണ് അത് വരുന്നത്. അങ്ങനെയാണ് ആ ഒരു എനർജി അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് സൗണ്ട് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഒരു സിംഗിൾ പുഷ് ആൻഡ് പുള്ള് കൊടുക്കുമ്പോൾ ഒരു ജസ്റ്റ് 1 പൾസ് ഓഫ് കണ്ടൻസേഷൻ ആൻഡ് റെയറിഫാക്ഷൻ ഉണ്ടാവുന്നത്. നേരെ മറിച്ച് ഈ പുഷ് പുൾ എന്ന് പറയുന്ന കണ്ടിന്യൂസ്, നമ്മളിവിടെ ഈ ഒരു സിംഗിൾ അല്ല കൊടുക്കുക, അത് നല്ല കണ്ടിന്യൂസ് ആയിട്ട് പീരിയോഡിക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടും പീരിയോഡിക് ആയിട്ടും കൊടുക്കുകയാണെങ്കിൽ വേവ്സ് ക്രിയേറ്റ് ചെയ്യും. സൈനുസോയ്ഡൽ വേവ്സ് അവിടെ ക്രിയേറ്റ് ആവും. അങ്ങനെ ആ ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് ദ പൈപ്പിലേക്ക് അത് ക്രിയേറ്റഡ് ആവും. സോ ഇവിടെ എൻറ്റയർ ലെങ്ത് ഓഫ് ദ പൈപ്പിൽ, അലോങ് ദ ലെങ്ത് ഓഫ് ദ പൈപ്പിൽ സൈനുസോയ്ഡൽ വേവ് ജനറേറ്റ് ചെയ്യും, വിച്ച് വിൽ ബി പ്രൊപ്പഗേറ്റഡ് അലോങ് ദ ലെങ്ത് ഓഫ് ദ പൈപ്പ്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു an എക്സാമ്പിൾ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അതായത് നമ്മൾ ഈ പിസ്റ്റൺ മേലേക്കും താഴേക്കും വലിക്കുന്നതോടുകൂടി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അത് സൗണ്ട് വേവ്സ് ബേസിക്കലി ഈ ഒരു പൈപ്പില് ക്രിയേറ്റഡ് ആവും. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഈ എയറിന്റെ, ഇവിടുത്തെ മീഡിയം എന്ന് പറഞ്ഞാൽ എയർ ആണല്ലോ. അപ്പം ഈ എയറിന്റെ ഓരോ വോളിയം എലമെന്റും ആ വേവ് പ്രൊപ്പഗേഷന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു എന്താണ്, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ ഒരു സിറ്റുവേഷൻ ആണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 2 തരത്തിലുള്ള വേവ് കണ്ടു. നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാൻസ്വേഴ്സ് വേവ് സ്ട്രിങ്ങിലും കണ്ടു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇപ്പൊ ഈ സൗണ്ട് വേവും കണ്ടു. അപ്പം ഈ 2 വേവ്സും, ഓക്കെ, നമ്മൾ കണ്ട 2 വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് കണ്ടു. സ്ട്രിങ്ങിന്റെ കേസ് എടുത്തപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് കണ്ടു. ഇപ്പൊ നമ്മൾ സൗണ്ട് വേവ്സിന്റെ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും കണ്ടു. ഈ 2 വേവ് എന്ന് പറയുന്നത് ദി ആർ കോൾഡ് ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് എന്നാ പറയാ. ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ ദി ആർ പ്രോഗ്രസീവ് വേവ്. കാര്യം ചെയ്യുന്നത് എന്താണ്, ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്നും, അതായത് ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് വേവ് മൂവ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ബിക്കോസ് അതിന് ട്രാവൽ ചെയ്യാം, മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവിനെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ എല്ലാം വിളിക്കുന്നത് ട്രാവലിംഗ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് ആണ്. കാര്യം അതിന് മീഡിയത്തിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഓൾറെഡി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മീഡിയം ആസെറ്റ്സ് മുഴുവനായിട്ടും മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, മീഡിയം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മീഡിയം ആസ് എ ഹോൾ ഡസൻ മൂവ്. മീഡിയം, നമ്മൾ ഇന്നലെ വെള്ളത്തിൽ കല്ലെറിഞ്ഞപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, വെള്ളത്തിൽ കല്ലെറിയുമ്പം വെള്ളം മൊത്തത്തിൽ ഡിസ്പ്ലേസ്ഡ് ആവുന്നില്ല അല്ലേ? എനർജി ട്രാൻസ്ഫറൻസ്, ഡിസ്റ്റർബൻസ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് വെള്ളം ആസിച്ച് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു വെള്ളത്തിൽ കല്ലെറിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ അതുപോലെ തന്നെ മെറ്റൽ മീഡിയം ആസിച്ച് ആ മാറ്റർ മൂവ്മെന്റ് അവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങളൊരു സ്ട്രീം എടുക്കാന്ന് വിചാരിക്കുക. അത് ഒരു റണ്ണിങ് വാട്ടറിന്റെ ഒരു ബോഡി, അതിനാണല്ലോ നമ്മൾ സ്ട്രീം എന്ന് വിളിക്കുക. അപ്പൊ സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ അവിടെ വെള്ളം മൊത്തത്തിൽ ഒഴുകി പോവുകയാണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഈ വാട്ടർ വേവ്സിനെ അതുപോലെ ചിന്തിക്കുക. ഒഴുകുന്ന വെള്ളവുമായിട്ട് വെള്ളത്തിന്റെ വേവ്സിനെ ചിത്രീകരിക്കുക. വെള്ളത്തിന്റെ വേവ് എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ആണ് മൂവ് ചെയ്യുന്നത്, അല്ലാണ്ട് വെള്ളം മൊത്തമായിട്ട് അവിടെ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് വിൻഡിന്റെ മോഷൻ. ഇപ്പം നമുക്കറിയാം, കാറ്റെന്ന് പറയുന്നത് എന്താണ്? എയർ ആസ് എ ഹോൾ മൂവ് ചെയ്യാണ്. അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും സൗണ്ട് വേവുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. സൗണ്ട് വേവ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡിസ്റ്റർബൻസ്, എയറിലൂടെയുള്ള ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷൻ ആണ് സൗണ്ട് വേവ്. ആ ഡിസ്റ്റർബൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സൗണ്ട് വേവ്സിൽ നമ്മൾ കണ്ടപോലെ എന്താണ്? ഈ റെയർഫാക്ഷനും കണ്ടൻസേഷനും നടക്കുന്നുണ്ട്, പ്രഷറിന്റെ വ്യത്യാസം വരും, പ്രഷർ ഡെൻസിറ്റി. ഓക്കെ, അപ്പം എയർ മീഡിയം മൊത്തത്തിലല്ല മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ദാറ്റ് മീൻസ് മാറ്റർ ആസ് എ ഹോൾ, മീഡിയം ആസ് എ ഹോൾ ഡസൻ, അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം ഈ ട്രാൻസ്വേഴ്സ് വേയില് പാർട്ടിക്കിളിന്റെ മോഷൻ എന്ന് പറയുന്നത് വേവ് മോഷന്റെ ഡയറക്ഷന് നോർമൽ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസ്വേഴ്സ് വേവില് പാർട്ടിക്കിളിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് നോർമൽ ആയിട്ടായിരിക്കും, നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് തന്നെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിൻ, ആ നോർമൽ ആയിട്ട് വരുന്ന ആ സ്ട്രെയിൻ ആരാണെന്ന് നമുക്കറിയാം, മീഡിയത്തിന്റെ ഓരോ എലമെന്റും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ അതിനൊരു ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ടാവും. ഓക്കെ, അതിനൊരു ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ മീഡിയം അണ്ടർഗോസ് എ ഷിയറിംഗ് സ്ട്രെയിൻ. മീഡിയത്തിനൊരു ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ടാകും. അപ്പം ട്രാൻസ്വേഴ്സ് വേവ് അതുകൊണ്ട് തന്നെ ഏത് മീഡിയത്തിനാണോ ഷിയറിംഗ് സ്ട്രെസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അതിൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്വേഴ്സ് വേവ് അതുകൊണ്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഫ്ലൂയിഡ്സിൽ ഒരിക്കലും ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവത്തില്ല. കാര്യം നമുക്കറിയാം എന്താണ്, ഫ്ലൂയിഡ്സ് ഒരിക്കലും ഷിയറിംഗ് സ്ട്രെസ്സിനെ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഷിയറിംഗ് സ്ട്രെസ്സിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, ഷിയറിംഗ് സ്ട്രെസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മീഡിയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ഇൻ ഫ്ലൂയിഡ്സ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീസൺ കൊണ്ട് തന്നെ അവിടെ ഇറ്റ് കനോട്ട് സസ്റ്റെയിൻ ഷിയറിംഗ് സ്ട്രെസ്. സോളിഡ്സിൽ പറ്റും. ഓക്കെ, സോളിഡ്സിലെ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി ഫ്ലൂയിഡ്സിനും അതുപോലെ തന്നെ സോളിഡ്സിനും രണ്ടുപേർക്കും കംപ്രസീവ് സ്ട്രെയിൻ ഓക്കെയാണ്. കംപ്രസീവ് സ്ട്രെയിൻ ഫ്ലൂയിഡ്സിനും പറ്റും, സോളിഡ്സിനും പറ്റും. അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത് എല്ലാ ഇലാസ്റ്റിക് മീഡിയത്തിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ഇൻ ഓൾ മീഡിയ. കാര്യം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി കംപ്രസീവ് സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ കംപ്രസീവ് സ്ട്രെയിൻ ആണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത് എല്ലാ മീഡിയയ്ക്കും
പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ സ്റ്റീല്. നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റീലിന് രണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം. ട്രാൻസ്വേഴ്സ് വേവും പ്രൊപ്പഗേറ്റ് ചെയ്യാം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. എന്നാൽ എയർ ആണെങ്കിലോ, നമ്മൾ എയർ എടുക്കുവാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മാത്രമേ പറ്റുള്ളൂ, ട്രാൻസ്വേഴ്സ് വേവ് പറ്റത്തില്ല. കാര്യം എന്താണ്? എയറിന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് സസ്റ്റെയിൻ ചെയ്യാൻ, ട്രാൻസ്വേഴ്സ് വേവ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എയറിന് ഷിയർ സ്ട്രെസ് ഇല്ലല്ലോ, അതുകൊണ്ട് അത് പറ്റത്തില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. വെള്ളത്തിന്റെ സർഫസിൽ ഉള്ള വേവ്സ് എന്ന് പറയുന്നത്, ഓക്കെ, അത് വെള്ളത്തിന്റെ വേവ്സ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. അതായത് നമുക്കറിയാം വെള്ളത്തിന്റെ സർഫസിലെ വേവ്സ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. ഓക്കെ, അത് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കാപ്പിലറി വേവും, രണ്ടെന്ന് പറയുന്നത് ഗ്രാവിറ്റി വേവും. സർഫസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് ഫ്ലൂയിഡിന്റെ ഇന്റർഫേസിലുള്ള ആ ഒരു വേവ് ആണ്. ഓക്കെ, അപ്പൊ അതിന് രണ്ട് തരത്തിലാണുള്ളത്. സർഫസ് വേവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് വെള്ളത്തിൽ. ഒന്ന് കാപ്പിലറി വേവും ഗ്രാവിറ്റി വേവും ആണ്. ഓക്കെ, capillary wave and gravity wave. We have capillary wave and the other one is gravity wave. Okay. അപ്പം ഈ കാപ്പിലറി വേവ് എന്ന് പറയുന്നത് ഷോർട്ട് വേവ് ലെങ്ത് ആയിട്ടുള്ള വേവ്സിനാണ് നമ്മൾ ബേസിക്കലി കാപ്പിലറി വേവ് എന്ന് പറയുക. ദീസ് ആർ ബേസിക്കലി ഷോർട്ട് വേവ് ലെങ്ത് വേവ്സ് ആണ്. ചെറിയ ഷോർട്ട് വേവ് ലെങ്ത് റിപ്പിൾസിനാണ് കാപ്പിലറി വേവ് എന്ന് പറയാം. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്ന സർഫസ് ടെൻഷനാണ്, വെള്ളത്തിന്റെ സർഫസ് ടെൻഷനാണ്. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ആ റിസ്റ്റോറിംഗ് ഫോഴ്സ്, ബേസിക്കലി ആ വേവിനെ കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് സർഫസ് ടെൻഷനാണ്, സർഫസ് ടെൻഷൻ. ഓക്കെ. ഇനി ഗ്രാവിറ്റി വേവ് എടുക്കുകയാണെങ്കിൽ ഗ്രാവിറ്റി വേവ് എന്ന് പറയുന്നതിന്റെ വേവ് ലെങ്ത് ലാർജ് വേവ് ലെങ്ത് ആണ്. അത് സെവറൽ മീറ്റേഴ്സ് ടു സെവറൽ 100 meters വേവ് ലെങ്ത് ആണ് ഇതിനുള്ളത്. സോ ബേസിക്കലി ഗ്രാവിറ്റി വേവ് എന്ന് പറയുന്നത് ലോങ് വേവ് ലെങ്ത് വേവ്സ്, റിപ്പിൾസ് ആണ്. റിപ്പിൾസ് അല്ല, ലോങ് വേവ് ലെങ്ത് ആണ്. ഓക്കെ, അതിന്റെ വേവ് ലെങ്ത് ലാർജ് ആണ്, അല്ലെങ്കിൽ ലാർജ് വേവ് ലെങ്ത് ആണ് ഗ്രാവിറ്റി വേവ്സിന് ഉണ്ടാവുക. അതുപോലെ പ്രധാനമായിട്ടും ഈ ഗ്രാവിറ്റി വേവ്സിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്, ഗ്രാവിറ്റിയാണ്. ഓക്കെ, സോ ഇതിനെ ബേസിക്കലി കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, റിസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് ആയിരിക്കുമല്ലോ ബേസിക്കലി ഈ ഒരു വേവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് ചെയ്യാം. അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ പുൾ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, പുൾ ഓഫ് ഗ്രാവിറ്റി. അപ്പം ഈ ഒരു പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻ, ഈ രണ്ട് വേവ്സിന്റെ അകത്തെയും പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് സർഫസിൽ മാത്രം കൺഫൈൻഡ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇങ്ങനെ സർഫസിലായിരിക്കും ഏറ്റവും ലാർജ്, ആൻഡ് താഴേക്ക് വരുന്തോറും അതിങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഈ വെള്ളത്തിന്റെ മോഷൻ, അതായത് വെള്ളത്തിന്റെ പാർട്ടിക്കിൾ മോഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഷനാണ്. ഈ വെള്ളത്തിന്റെ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഷനാണ്. അത് അപ്പ് ആൻഡ് ഡൗൺ മാത്രമല്ല, ബാക്ക് ആൻഡ് ഫോർത്തും ഒക്കെ ഉണ്ടാവും. അപ്പം ബേസിക്കലി ഈ വേവ്സ് ഇൻ മോഷൻ എന്നൊക്കെ പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും വെള്ളത്തിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഓക്കെ, ആൻഡ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ട്രാൻസ്വേഴ്സ് വേവും ലോങ്ങിറ്റ്യൂഡിനൽ വേവും തന്നെ ഒരേ മീഡിയത്തിൽ, ഇപ്പൊ നമ്മൾ ഒരേ മീഡിയം എടുക്കുകയാണെങ്കിൽ അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവൽ ചെയ്യുന്ന ഒരു സ്പീഡിലും ട്രാൻസ്വേഴ്സ് വേവ് ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന വേറൊരു സ്പീഡിലും ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണ് ജനറലി അത് കണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തെ ഒരു എക്സാമ്പിൾ ആണ് ഗിവൺ ബിലോ. Given below are some examples of wave motion. ചില wave motion examples ആണ് ഇവിടെ തന്നിരിക്കുന്നത്. State in each case if the motion is transverse, longitudinal or combination of both. അപ്പോൾ ഓരോ കേസിലും അത് ഏത് തരത്തിലുള്ള വേവ് ആണെന്ന് പറയണം. ഫസ്റ്റ് വൺ നോക്കുക. Motion of a kink in a longitudinal spring produced by displacing one end of the spring sideways. അപ്പം അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പ്ലേസിങ് വൺ എൻഡ് ഓഫ് ദ സ്പ്രിംഗ് സൈഡ് വേസ്. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും സൈഡ് വേസ് ആയിട്ടുള്ള മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദറ്റ് ഈസ് ട്രാൻസ്വേഴ്സ്.
ഇനി നോക്കുക, മോഷൻ ഓഫ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ, ദ സ്പ്രിംഗ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദിസ് ഇസ് എ കോമ്പിനേഷൻ ഹിയർ. ഇനി നെക്സ്റ്റ് നോക്കുക, അവിടെ എഴുതാൻ സ്ഥലമുണ്ട് ബി, നമുക്കിനി ഇവിടെ എഴുതാം. ഓക്കെ, ബി. Waves produced in a cylinder containing a liquid by moving its piston back and forth. അപ്പം എപ്പോഴും ഒരു പിസ്റ്റന്റെ അകത്ത് ഇപ്പൊ പിസ്റ്റൻ ബാക്ക് ആൻഡ് ഫോർത്ത് വലിക്കുകയാണെങ്കിൽ, പിസ്റ്റൻ പുറകോട്ടും മുന്നോട്ടും ഒക്കെ വലിക്കുകയാണെങ്കിൽ എപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അതിന്റെ അകത്തുള്ള ലിക്വിഡ് മൂവ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? പിസ്റ്റൻ വലിച്ചു കഴിഞ്ഞാൽ ദെയർഫോർ ഇവിടെ എന്താണ്, ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും കൺസ്ട്രെയിൻസ് കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുക. സോ ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ മോഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി നോക്കുക, വേവ്സ് പ്രൊഡ്യൂസ് ബൈ മോട്ടോർ ബോട്ട് സെയിലിംഗ് ഇൻ വാട്ടർ. അത് വാട്ടറിൽ എപ്പോഴും ഉള്ള വേവ്സ് എന്ന് പറയുന്നത്, വാട്ടറിൽ എപ്പോഴും വേവ്സ് എന്ന് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. Ultrasonic waves in air produced by vibrating quartz crystal. നമുക്കറിയാം എയറിൽ അല്ലെങ്കിലും എന്താണ്, എയറിന് ഷിയർ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അവിടെ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലോഞ്ചിറ്റ്യൂഡിനൽ. മോഷൻ വേവ്. ഓക്കെ, സോ ഇതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ നോക്കാം. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു.